സ്നേഹമുള്ളവരെ, ഞങ്ങൾ ഇവിടെ ഒരു ഓലി ക്ലീൻ ചെയ്യാൻ പോവാണ്. കാടിനകത്താണ്. എത്രമാത്രം ഭംഗിയാണെന്നുള്ളത് കാണിക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ ഇങ്ങനെ നോക്കാവേ. ഇതാണ് ചെറിയൊരു ഉറവ കാണുന്നുണ്ട്. ചെറിയ നനവാണ്. ഓക്കെ, ഞങ്ങൾ ഒരു ക്ലീൻ ചെയ്യാണ്. ലാസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണിച്ചു തരാം. വെള്ളത്തിൻ്റെ അളവുകളൊക്കെ കരിങ്കാടാണ്. നോക്കി സ്നേഹമുള്ളവർ, ഞാനൊരു കാടിനകത്ത് ഒരു ചെറിയ വെള്ളത്തിൻ്റെ അംശം കണ്ടു. അത് തെളിച്ചെടുക്കാനായിട്ട് പോവുക. ഓക്കെ, നമുക്കിത് പണി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. വെള്ളത്തിൻ്റെ അളവൊക്കെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കരിങ്കാടിനകത്ത് കണ്ട ഈ ഓലിയാണ് കണ്ടോ. ഞാൻ ക്ലീൻ ചെയ്തപ്പം ഇത്രയും വെള്ളാംശമുണ്ട് കണ്ടോ. ഇനി ബാക്കി കൂടി ക്ലീൻ ചെയ്ത് കാണിക്കാം. കണ്ടോ, ആദ്യം കണ്ട പുറവയുടെ ഭാഗങ്ങളാണ്. ഇത്രയും വെള്ളമില്ലേ സ്നേഹമുള്ളവരെ. ഇതുകൊണ്ടൊരു ചെറിയ കുഴിയുണ്ട്, പിന്നെ തുറവയുണ്ട് കണ്ടോ. നല്ല ശുദ്ധമായ ജലമാണ് കണ്ടോ ഈ കരിങ്കാടിനകത്തുണ്ട്. ഇപ്പം കാടായതുകൊണ്ട് ഇവിടെ വേറെ ഒരു കൃഷിയില്ല. കാടായതുകൊണ്ട് ഇഷ്ടംപോലെ നല്ല ശുദ്ധമായ ജലം കിട്ടും. ബാക്കി ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാവേ. സ്നേഹമുള്ളവർ, ഇതുണ്ടോ ഇത്രയും വെള്ളമായി കണ്ടോ. ഈ കരിങ്കാടിനകത്ത് ഒരു പാറക്കുഴിയാണ്. ഇത് നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഇടുക്കിയിലാണ്. ഒരു മലമുകളിലുള്ള ഒരു ചെറിയൊരു ഓലിയാണ് കണ്ടോ. ഞാൻ ശുദ്ധി ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ എങ്ങനെയുള്ള വെള്ളമാണെന്ന് കാണിക്കാം കേട്ടോ. കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. പ്രത്യേകം എന്താ വെച്ചാൽ, ഇതൊരു മലയുടെ മുകളിലായതുകൊണ്ട് നല്ല വെള്ളം കിട്ടും, ശുദ്ധജലം. ഇതിനകത്ത് വിഷാംശമൊന്നുമില്ല, നല്ല ഫിൽറ്റർ വെള്ളമാണ് കേട്ടോ. ബാക്കി വീഡിയോ കാണിക്കാവേ. സ്നേഹമുള്ളവരെ, ഈ കണ്ടോ ഒഴുകി വരുന്ന ഇവിടെ കിടക്കുന്ന വെള്ളമാണ്. ഇപ്പോൾ കഴുകി കൊണ്ടുള്ള വെള്ളമാണ്. ഒന്നുകൂടെ കഴുകി ക്ലീൻ ചെയ്ത് ചില കുമ്മായം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിൽറ്റർ പോലെ വെള്ളം കിട്ടും. യഥാർത്ഥ ഉറവ് വെള്ളം കണ്ടോ. ഇതാണ് ഇതിന് യഥാർത്ഥമുള്ള ഉറവയുള്ള വെള്ളം. ഈ മലമുകളിൽ കണ്ടോ, കാടിനകത്ത് ഒരു വിഷാംശമൊന്നുമില്ല. നമ്മുടെ കുഴൽക്കിണർ പോലെയോ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയോ അല്ല. ഇത് ഭൂമിക്കകത്തുനിന്ന് യഥാർത്ഥമായിട്ട് നല്ല ഫിൽറ്റർ വെള്ളമാണ്. ഞാൻ കഴുകി തന്നെ കണ്ടോ. ആ വെള്ളം ഒഴുകുന്നതിൻ്റെ സ്റ്റൈല് കണ്ടോ, എന്ത് രസമാണ്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇങ്ങനെ കാടായ ഏരിയയാണ്. ഇവിടത്തേക്കുള്ള വെള്ളം നല്ല വെള്ളമാണ് കിട്ടുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇത് കണ്ടോ, ഇതുപോലുള്ള ഓസുകൾ ഇവിടുന്ന് ഇട്ടേക്കും. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു വലിയൊരു മലഞ്ചെരുവാണ്. ഇപ്പം ഈ ചെരുവിലേക്ക് നമ്മൾ ഈ ഓസ് ഇങ്ങനെ ഇട്ട് ഓലിന്ന് നല്ല കഴുകി വൃത്തിയാക്കി, ഇനിയിപ്പോൾ നാളെ കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് ഈ ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് നല്ല മിനറൽ വാട്ടർ പോലത്തെ വെള്ളം നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങളിങ്ങനെ ഓലിയൊക്കെ തേകി വെള്ളം എടുക്കുന്നവരൊക്കെ ആയിരിക്കും നല്ല നല്ല വെള്ളം. കിണറിനെക്കാട്ടിലും കുളത്തിലെയോ കിണറിലെയോ ടാങ്കിലെ വെള്ളത്തെക്കാട്ടിലൊക്കെ നല്ല വെള്ളമാണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴുകി നിറയും. അപ്പോൾ അവിടേക്ക് ഓസ് ഇടുമ്പോൾ ഇങ്ങനെ ഓസ് അങ്ങ് വെക്കും കണ്ടോ. ഇങ്ങനെ ഓസ് വെച്ച് കഴിഞ്ഞാൽ ആ ഓസ് വിട്ട് താഴേക്ക് വെള്ളം പോകും. ഈ വരുന്ന വെള്ളം അങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ല വെള്ളമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ ടാങ്കിയോ ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലും, കാപ്പിക്കലത്തിലോ ഡ്രമ്മിലൊക്കെ വെച്ചാൽ പോലും അതിനകത്ത് കറുത്ത കളറോ മങ്ങിയ കളറൊന്നും വരില്ല. ഡ്രമ്മിനകത്തൊന്നും തരിയാനോ തരിയില്ല, മണലില്ല. ഇങ്ങനെ ബോർവെല്ലിലെ വെള്ളം പോലുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല, നല്ല വെള്ളമാണ്. അപ്പം നിങ്ങളിതുപോലുള്ള ഓലികളൊക്കെ ഉണ്ടെങ്കിൽ തേകിയെടുക്കണം. നമുക്കിത് ഇനിയൊരു അടുത്ത ഡിസംബർ വരെയും നമുക്കിവിടെ ഇതുപോലുള്ള അടിപൊളി വെള്ളം കിട്ടുന്നതാണ്. പിന്നെ ഈ വെള്ളമാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, നല്ല വെള്ളമല്ലേ. ഓക്കെ, ഇനി ഇതുപോലെ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്.